ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നമ്മളുടെ വെള്ളിയാഴ്ച വെളുപ്പിന് 3 മണിക്കുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ആ ദിവസത്തെ മൊത്തമുള്ള കാര്യങ്ങൾ അടങ്ങിയതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണം വിശ്വസിക്കുന്നു. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ രാവിലെ എനിക്കൊന്ന് ഒരു ബൊറോട്ടയുടെയും ചിക്കൻ കറിയുടെയും ഓർഡർ ഉണ്ടായിരുന്നു. ഒരു 8:30 കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ഞാനൊരു 3 മണിയായപ്പോൾ എണീറ്റ് നമ്മുടെ ചിക്കനും ഒക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, തണുപ്പ് മാറാൻ വേണ്ടി. രാത്രി ആദ്യത്തെ മാച്ചുകൊണ്ട് വന്നതല്ലേ, പോയി പെട്ടെന്ന് കിട്ടിയ ഓർഡറായിരുന്നു. അത് നമ്മുടെ മാവ് ഒന്ന് കുഴച്ച് വെക്കണം പൊറോട്ടയ്ക്കുള്ള. അപ്പോൾ ഞാൻ നമ്മുടെ മാവിനെ കുഴയ്ക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ പൊറോട്ട വീശാനുള്ള ഭാഗമൊക്കെ ഒന്ന് കഴുകി തുടച്ചൊക്കെ ഇട്ടിട്ട് നമ്മുടെ മാവൊന്ന് തട്ടി എന്നിട്ട് നടുക്കായിട്ട് ചെറിയൊരു കുഴി കൊടുക്കും കേട്ടോ. കുഴി കൊടുക്കണ കാരണം നമ്മുടെ മുട്ടയും പാലും ഒക്കെ അതിനകത്ത് ഒഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ 2 കിലോ മാവാണ്. അപ്പോൾ 2 കിലോയ്ക്ക് 2 മുട്ട എടുത്ത് ഒരു ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും. പിന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത്, പിന്നെ ഒരു പിഞ്ച് നമ്മുടെ അപ്പക്കാര ഉണ്ടല്ലോ, അപ്പക്കാരവും ചേർത്ത്, ഒരു 1/4 ഗ്ലാസ് കണക്കിന് പാലും ചേർത്ത്. ഇനിയാണ് നമുക്ക് മെയിനായിട്ട് കേട്ടോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡാൽഡയും എണ്ണയും കൂടെ ഒന്ന് ചൂടാക്കിയാണ് ഒഴിക്കാൻ വേണ്ടി നമ്മളുടെ ആ കൂട്ടിലേക്ക്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ മുട്ട ഒന്ന് നന്നായിട്ട് അതിൽ നിന്ന് പൊട്ടിച്ചൊന്ന് ഇങ്ങനെ ചാദിച്ചെടുക്കണം ആ കൂട്ടിൽ തന്നെ. അപ്പോൾ അതൊന്ന് ഞാൻ കൈ കൊണ്ടൊന്ന് വൃത്തിയൊന്ന് ഇളക്കി പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ മാവ് ഞാൻ പയ്യെ ഒന്ന് ഇട്ട് കൊടുക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ മാവ് കുഴച്ചെടുക്കണതാണ് നമ്മളുടെ ബൊറോട്ടയുടെ ഏറ്റവും വലിയ പണി. ഞാൻ എൻ്റെ പണി തുടങ്ങി. പൊറോട്ടയുടെ മാവിനെ ഒന്ന് നന്നായിട്ട് കുഴക്കുകയാണ് കേട്ടോ. കുഴക്കുന്നതിനനുസരിച്ച് ബൊറോട്ടയ്ക്ക് നല്ല പദം കിട്ടും. അപ്പോൾ 2-3 അടിയൊക്കെ അടിക്കുകയാണ് ഞാനതിനെടുത്ത്. നല്ല സ്മൂത്തായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ പൊറോട്ടയ്ക്കുള്ള മാവ് ശരിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാണാത്ത കൂട്ടുകാർ കണ്ടോളൂ. ഒരു കുഞ്ഞ് ഓർഡർ കിട്ടി. അപ്പോൾ കുറേ നാളായിട്ടോ പൊറോട്ട ചെയ്തിട്ട് ഞാൻ. ഇന്ന് എൻ്റെ അടുപ്പ് മൊത്തം ഞാൻ മാവിട്ട് തീർക്കുകയാണ്. ഞാൻ അന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും വിചാരിച്ച് ചുമ്മാ അറിയണമെന്നായിരിക്കും വിചാരിച്ചല്ലേ. എനിക്ക് പൊറോട്ട കണ്ടൊക്കെ അറിയാൻ കൂട്ടുകാരെ. നമ്മളെ മാവ് കുഴച്ചെടുക്കുന്നതാണ് പരിവം. അപ്പോൾ ഏകദേശം ആവാറായി മാവ്. അത് കൈ വയ്ക്കുമ്പോൾ ഇങ്ങനെ പോകണം, പിന്നെ സ്മൂത്തായിട്ട് പോകണം. കണ്ട 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 ഇങ്ങനെ പോകണം. കണ്ട അതായത് സ്മൂത്ത് കണ്ട ഇതേപോലെ പോകണം. സഹല കലാവല്ലഭനെ അങ്ങനെ മാവ് റെഡിയായിട്ട് കിട്ടി. അപ്പോൾ ഇനി നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ കുറച്ച് എണ്ണ ഞാൻ നമ്മുടെ അതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മാവെടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കും കേട്ടോ. കാരണം എണ്ണ തടവി കൊടുക്കണം. ഇതിപ്പം നനഞ്ഞൊരു തോർത്തിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ അതൊന്നും ഞാൻ തപ്പി നടക്കണില്ല. അപ്പം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ പാത്രം വെച്ച് നമ്മൾ കമത്തി അടച്ച് വയ്ക്കും. ഇതുള്ളൂ. അതിൻ്റെ ഇടയിലേ ഒന്ന് കറണ്ട് പോയി. അപ്പോൾ ഇങ്ങനെ വെച്ച് ഇപ്പം ഞാൻ പാത്രം വെച്ച് കമത്തി അങ്ങ് അടച്ച് വയ്ക്കും. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ, ഒരു 2 മണിക്കൂറൊക്കെ ഇരിക്കട്ടെ. 2 വേണ്ട, ഒരു 1.5 മണിക്കൂറൊക്കെ മതി മാക്സിമം. നല്ല പദം കിട്ടിയ മാവ് കുറച്ച് സമയം ഇങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. ബാ, ഇനി ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനുള്ള സാധനമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളി ഒന്ന് തൊലിക്കണ നേരം കൊണ്ട് എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു കേട്ടോ, ചെറുതായിട്ട്. എന്നിട്ട് ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മുടെ തക്കാളിയൊക്കെ എടുത്ത് ആവശ്യത്തിനൊക്കെ എല്ലാം എടുത്തതിന് ശേഷം അവിടുത്തെ ആവശ്യത്തൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് എല്ലാം ഒന്ന് കഴുകി എടുത്തിട്ട് ഇനി അതിന് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കും. അരിയണ നേരം കൊണ്ട് ഞാൻ നമ്മുടെ ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, എണ്ണ ഒഴിച്ച്.
അപ്പോൾ അതൊന്ന് ചൂടായി. അപ്പോൾ ഞാൻ അരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇനി അതിനെ ഒന്ന് വഴറ്റാണ്. അപ്പോൾ ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ചും കൂടെ ചിക്കൻ കറിയൊക്കെ എല്ലാവരും വെക്കണമല്ലേ, പിന്നെ അതിന് പ്രത്യേകിച്ച് ഒരു കൂട്ടും ഒരു ഇത് കാണിക്കണമെന്നുള്ള ആവശ്യമൊന്നും അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പൊറോട്ട എനിക്ക് ചെയ്യാൻ അറിയാം എന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അതാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. 8:30 കൊടുക്കണം കേട്ടോ. ഒരു സെൻസേഡ് കോൺക്രീറ്റ് ആണ്. അപ്പം നമ്മുടെ ദോശക്കടയിൽ എപ്പോഴും വരും. അജു എന്നാണ് ആ സഹോദരൻ്റെ പേര്. ചേച്ചി ഉണ്ടാക്കി തരുമോ? പിന്നെന്താ, ഉണ്ടാക്കി തരാടെ സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നാളത്തേക്ക് ശേഷം, അതായത് ഒരു 1.5 വർഷത്തേക്ക് ശേഷം കിട്ടിയ പൊറോട്ടയുടെ ഓർഡറാണ്. ഓർഡർ ഇടയ്ക്കിടെ കിട്ടി, ഞാൻ എടുത്തില്ല. കൈ വയ്യായ്മ പോയാണ് എടുത്തില്ലേ. അത് തോനെയൊക്കെയാണ് വന്നത്, 300 അങ്ങനെയൊക്കെ. ഇത് കുഞ്ഞി ഒരു 30 പൊറോട്ട, 5 പേർക്കുള്ള 5 വെച്ച് 5 പൊടി. അപ്പോൾ ഞാൻ വിചാരിച്ച് എടുക്കാം. ഇന്ന് ഇത് മതി. അങ്ങോട്ട് ചെറിയ ചെറിയ കുഞ്ഞു ഇതൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. പകല് ഉറങ്ങാൻ സമയമുണ്ടല്ലോ. ഈ ജോലി കഴിഞ്ഞങ്ങ് തീർന്ന പിന്നെ എന്തോ. അപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം എനിക്ക് കുറച്ച് ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി ഓർഡർ വെച്ചു. അതൊരു കല്യാണ ട്രിപ്പ്, മധുരയിലെന്തോ കല്യാണത്തിന് പോകണം അവർ. അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് പറ്റി. അന്ന് ഞാൻ ഇതുപോലെ രാത്രി ഇതുപോലെ എനിക്ക് വെളുപ്പിനെ എണീറ്റ് അവർക്കെന്നെ ഒരു 5 മണിക്ക് 5:30 എന്തോ വേണമെന്ന് പറഞ്ഞു. കൊണ്ടുപോകണ്ട, അവരങ്ങ് പോവേയില്ലേ ഓട്ടം. അങ്ങനെ ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ അവരുണ്ടാക്കി കൊടുത്തിട്ട് അവർ പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുമെന്ന് വെച്ചു. അപ്പം ഞാൻ മടിച്ച്, ഞാൻ പറഞ്ഞു ആ സമയത്ത് എനിക്ക് വയ്യല്ല കേട്ടോ, ബിരിയാണി ഉണ്ടാവും പറ്റില്ല എന്ന് പറഞ്ഞു. അന്നത്തെ ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയൊക്കെ നന്നായിരുന്നു എന്നും പറഞ്ഞു. നമ്മുടെ ഉള്ളി ഏകദേശം ഇങ്ങനെ വരണ്ടേ വരണതേ ഉള്ളൂ. വരണ്ട് വരട്ടെ. ഉപ്പിട്ട് കൊടുക്കണം, കുറച്ചും കൂടെ ഒന്ന് വന്നിട്ട് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ ചിക്കൻ കഴുകുന്നുണ്ട്. വെള്ളം ചൂടാക്കാൻ വെച്ചു, കുടിക്കാൻ വെള്ളം ചൂടാക്കാൻ കൂടെ വെച്ചത്. അപ്പോൾ രാവിലെ അപ്പോൾ വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് അതും കുറച്ചു. എന്തെല്ലാം ആശകളാണല്ലോ, എന്തെല്ലാം സ്വപ്നങ്ങളാണ്. ചായ ഇടണം. ഇപ്പോൾ വെള്ളവും ഞാൻ അടുപ്പിലാക്കി കൊടുത്ത് കുടിക്കാനുള്ള. പിന്നെ ചിക്കൻ കറിക്ക് ആവോരിക്കണം നമുക്ക്. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ആയി. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കണം. തക്കാളി എടുത്തിട്ട് കൊടുത്ത് അപ്പോൾ അതൊന്ന് ഇളക്കിയതിന് ശേഷം ചിക്കനും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ ചിക്കൻ കറി എപ്പോഴും നമ്മൾ വെക്കണത് തന്നെയല്ലേ, അപ്പോൾ അതിന് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ ചതച്ച് വെച്ച നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ചേർത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് അതിന് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി. അപ്പോൾ ഇപ്പം ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ല, വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇരുന്നൊന്ന് ഇതിനകത്തിരുന്നൊന്ന് അതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് സെറ്റാകട്ടെ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. കുറച്ച് നേരം വേവിക്കട്ടെ. കണ്ടടായി. ആ സമയം നോക്കിയപ്പോൾ ചേട്ടൻ രാത്രി എന്തോ ഓട്ടോ എന്തോ പോയിരിക്കണതാണ്. വന്നതിന് ശേഷം സംഭവം തിരിച്ച് വന്നിരിക്കണതാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇതായിരുന്നു സെറ്റാവുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് പറ്റി കുറുകണം. നമ്മുടെ കറിയുടെ പരിപാടിയൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ ഇളക്കിയൊക്കെ ഒന്ന് കൊടുത്ത് പിന്നെ തണുത്ത് സെറ്റായി കുറുകി നന്നായിട്ട് നമുക്ക് കിട്ടും നമ്മുടെ കറി. അപ്പോൾ ഇനി നമുക്ക് പൊറോട്ടയുടെ പണിയിലോട്ട് പോകണം. ഒരു 3:30 ഞാൻ വിരകി വെച്ച്, അപ്പം 3:30, 4:30, 5:30 ആയി സമയം ഇപ്പം.
ഞാൻ അതിനെ ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ടൊന്ന് പിടിച്ച് എടുക്കണം അത്രയും മാവ്. അപ്പോൾ ഞാൻ ആ പണിയിലോട്ട് പോയി. അതിനുശേഷം നമുക്ക് ആ മാവിനെ വീണ്ടും ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം കുറച്ച് നേരം കൂടെ. അങ്ങനെ നമ്മുടെ ഉരുളകളെല്ലാം ഉരുട്ടി തീർന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലത്തെ ഭക്ഷണവുമായി നമുക്ക് ഓർഡറിനുള്ളത് കൊടുക്കാനുമായി. എന്നിട്ട് ഞാൻ നമ്മുടെ ഉരുളകളിലെല്ലാം വീണ്ടും എണ്ണയൊക്കെ ഒന്ന് തേച്ച് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഒന്ന് ഒതുക്കി വെച്ച് ഒരു പാത്രം കൂടെ വെച്ചൊന്ന് അടച്ച് വെച്ച് ഒരു കുറച്ച് നേരം കൂടെ, കാരണം 6 മണിക്ക് വീശാൻ തുടങ്ങിയാൽ മതി. അതിന് ശേഷം 6 മണിയായി. അപ്പോൾ ഞാൻ നമ്മുടെ ഓരോ ഉരുളകളെടുത്ത് ആദ്യം ഒരു 10 എണ്ണം എടുത്ത് ഞാനൊന്നിങ്ങനെ പതപ്പിച്ച് ഇങ്ങനെ മാറ്റിയിടും കേട്ടോ. അപ്പോൾ അത് നല്ല എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ അതങ്ങനെ ചെയ്യണത്. അപ്പോൾ അത് ഞാൻ കുറച്ചങ്ങനെ മാറ്റി വെച്ചിട്ട് ബാക്കി എനിക്ക് അവിടെ വീശാൻ സ്ഥലം കുറവല്ലേ, ബാക്കിയെല്ലാം കൂടെ ഞാൻ പാത്രത്തിനകത്താക്കി മാറ്റി വെച്ചിട്ട് നമ്മുടെ പൊറോട്ടനെ ഒന്ന് ഞാൻ മാവ് എടുത്ത് വീശാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് കേട്ടോ പൊറോട്ട ഞാൻ ഉണ്ടാക്കി കൊടുക്കണത്. അപ്പോൾ വീശലൊന്നും മറന്നൊന്നും പോയില്ല, എല്ലാം ഓർമ്മയുണ്ട്. അങ്ങനെ ഞാൻ വിജയകരമായി ആദ്യത്തെ ഉണ്ട പൊറോട്ടയ്ക്കുള്ളത് വീശി എടുത്തു. എന്നിട്ട് ഞാൻ അതിനൊന്ന് കൈവച്ച് ഒന്ന് വലിച്ചും കൂടെ വെക്കും കേട്ടോ. അങ്ങനെ എത്രത്തോളം കട്ടി കുറഞ്ഞിരിക്കും അത്രത്തോളം നമ്മുടെ പൊറോട്ട നല്ല സ്മൂത്തായിരിക്കും. എന്നിട്ട് ഞാൻ കുറച്ച് എണ്ണ അതിൻ്റെ പുറത്ത് ഒഴിച്ചു. എണ്ണയെന്ന് പറഞ്ഞാൽ ഡാൽഡയും ഗോൾഡ് വിന്നറിൻ്റെ എണ്ണയും കൂടെയാണ് കേട്ടോ. അതും കൂടെ അതിൻ്റെ പുറത്തൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് കുറച്ച് മൈദാപ്പൊടിയും കൂടെ തൂറ്റി കൊടുത്തിട്ട് രണ്ടായിട്ട് അതിനെ ഞാൻ കീറിയിട്ട് അതിനെ ഞാൻ എടുത്ത് ചുറ്റിച്ചാണ് എടുക്കണത്. അങ്ങനെ വിജയകരമായി ആദ്യത്തെ ഉരുണ്ട വീശി എടുത്തു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്കുള്ള എല്ലാം ഇനി വീശി എടുക്കണം. അപ്പം ഞാനപ്പോൾ എൻ്റെ പണിയൊക്കെ ഞാൻ വിജയകരമായി തന്നെ അങ്ങോട്ട് തുടർന്ന് അവസാനം ഏകദേശം ആയപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ വീശിയൊക്കെ എല്ലാം ചുറ്റിച്ചൊക്കെ വെച്ച് കേട്ടാ. 46 പൊറോട്ട കിട്ടി കേട്ടാ. അങ്ങനെ ഞാൻ ആദ്യം വീശിയതൊരു പാത്രത്തിലാണ് വെച്ചത് കേട്ടോ, സ്ഥലം കുറവായതുകൊണ്ട്. അപ്പോൾ നോക്കുമ്പോൾ നേരമൊക്കെ നല്ല അവർക്ക് 8:30ക്കാണ് കൊടുക്കാൻ പറഞ്ഞത്. ഇപ്പം മണി 6:45 എന്തോ ആയി. സ്കൂളിലോട്ട് പോകാൻ പോവുകയാണ്. എഴുതി ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. കറിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് അകത്തിടണം, അകത്ത് വെച്ച് കത്തിക്കാം. കാരണം ഇല്ലെങ്കിൽ ആ കല്ല് കൂടി തൂക്കിക്കൊണ്ട് വരണം. വെന്തതിന് ശേഷം അടിച്ച് പതപ്പിക്കണമല്ലോ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് എടുത്ത് അകത്ത് വെക്കണതാണ് സേഫ്. അപ്പോൾ ഇനി ആ പനിയിലോട്ട് പോവേ. 30 എണ്ണമാണ് പാക്ക് ചെയ്യേണ്ടത്. 3 സ്റ്റെപ്പ് ഇടുമ്പോൾ അതാവും, റെഡിയാവും. അപ്പം കുറേ ദിവസമായില്ലേ കൂട്ടുകാരെ മുമ്പിലൊരു വീഡിയോസൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട്. കൂട്ടുകാരെ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്നെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് മുന്നിലോട്ട് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് കണ്ട്, എൻ്റെ ചാനലും കണ്ട് എൻ്റെ കൂട്ടുകാരുടെ ചാനലൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ആ പണിയിലോട്ട് പോട്ടെ. അങ്ങനെ ആദ്യത്തെയും സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങണ സമയം കൊണ്ട് എനിക്ക് അടുപ്പും നമ്മുടെ ദോശക്കല്ലൊക്കെ എടുത്തുകൊണ്ട് അകത്തുകൊണ്ട് സെറ്റ് ചെയ്ത് തന്നു. ഞാൻ അതൊന്ന് തീയൊക്കെ കത്തിച്ച് കല്ലൊക്കെ ഒന്ന് ചൂടായി കേട്ടോ. അപ്പോൾ ആദ്യം ചൂടായപ്പോൾ തന്നെ ഞാനൊരു 5 എണ്ണം കണക്കിനാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത്. കാരണം അതിൻ്റെ അടുപ്പിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയായി അതിനെ ഞാനൊന്ന് എടുത്ത് തട്ടിക്കൂട്ടി ഒന്ന് ചൂടോടെ തന്നെ കയ്യിൽ എണ്ണയൊക്കെ ഒന്ന് തടവിയിട്ട് നല്ല അടിച്ച് പതപ്പിച്ച് പൊറോട്ട എടുത്ത് കേട്ടാ എടുത്ത് വെച്ച്. അപ്പോൾ എനിക്ക് ചിരി വരികയാണ്, കാരണം എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയത് അത് കണ്ടപ്പോൾ. കാരണം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കുളമായി പോകുമോ, കുറച്ച് ദിവസം കൊണ്ട് ചെയ്യാതിരുന്നില്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ദൈവം എൻ്റെ കൂടെ ഉണ്ട്. പഠിച്ച അടവുകളും ഒന്നും മറന്നു പോയിട്ടില്ല. അങ്ങനെ നമ്മുടെ പൊറോട്ട എല്ലാം റെഡിയായി ഞാൻ അവർക്ക് കൊടുക്കേണ്ടതൊരു പാത്രത്തിനകത്ത് ആക്കി വെച്ച്. കാരണം ഇനി അതിനൊന്നും എനിക്ക് 5 എണ്ണം വെച്ച് ഒരു 6 പൊതി സെറ്റ് ചെയ്യണം. അപ്പോൾ അവർ 8:30 വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇതെല്ലാം ആക്കി വെക്കണം. അങ്ങനെ ഞാൻ ആദ്യം 5 വെച്ച് അങ്ങനെ 6 പൊതി സെറ്റ് ചെയ്ത് ഒരു കവറിനകത്ത് ആക്കും കേട്ടോ. അതിന് ശേഷം ഇനി ചിക്കൻ കറിയും കൂടെ ഒന്ന് പാക്ക് ചെയ്യണം.
വെച്ചതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് തൂത്തുവാരി ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടും കേട്ടോ. ആ സമയത്ത് അമ്മ വന്നിട്ടുണ്ട്. മുരിങ്ങയ്ക്കൊക്കെ അമ്മ ഒന്ന് അടത്തെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ മുരിങ്ങ സീസൺ ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിറച്ച് മുരിങ്ങയ്ക്ക് ഇട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഞാൻ ഒന്ന് ഉറങ്ങി എണീറ്റിന് ശേഷം വൈകുന്നേരം തട്ടിൻ്റെ പണിയിലോട്ട് പോയി. സാമ്പാറും ചമ്മന്തിയും രസവടയും പപ്പടവും ഒക്കെ കഴിഞ്ഞു. ഇനി വരുന്നവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ ജോലിയാണ്. രാവിലെ ഒരു കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു, അത് ചെയ്ത് കൊടുത്ത് പിന്നെ അതിനുശേഷം ഇനി തട്ടിൻ്റെ കാര്യങ്ങളിലോട്ട് പോയി. ആ പണിയൊക്കെ കഴിഞ്ഞു, കുളിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ നിന്ന് ചുട്ട് വേവിച്ച് പറക്കി കൊടുക്കുക, ആൾക്കാർ പറഞ്ഞവർ കഴിക്കാൻ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും